ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 59. യേദഹങ്കാരമാശ്രിത്യ നയോച്യ ഇതി മന്യസേ മിഥ്യൈഷ്യ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. വിവർത്തനം: എൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല, നിന്റെ സ്വഭാവപ്രകൃതിയാൽ നീ യുദ്ധത്തിലേർപ്പെടുക തന്നെ വേണം. ഭാവാർത്ഥം: ക്ഷത്രിയ സ്വഭാവിയായ ഒരു യോദ്ധാവാണ് അർജുനൻ. അയാളുടെ സ്വാഭാവിക ധർമ്മമാണ് യുദ്ധം. എങ്കിലും തൻ്റെ ആചാര്യനെയും പിതാമഹനെയും സുഹൃത്തുക്കളെയും കൊല്ലുന്നതുകൊണ്ട് പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മിഥ്യാഹങ്കാര പ്രേരിതനായ അർജുനൻ ഭയപ്പെടുന്നു. കർമ്മങ്ങളുടെ പുണ്യപാപഫലങ്ങൾ തനിക്ക് വിധേയങ്ങളെന്നത്രേ അദ്ദേഹത്തിൻ്റെ വിചാരം. തന്നെ പൊരുതാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സമീപത്തിൽ നിൽപ്പുണ്ടെന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നില്ല. ബദ്ധജീവാത്മാവിൻ്റെ വിസ്മൃതിക്ക് ഉദാഹരണമാണിത്. ശരിയും തെറ്റും എന്താണെന്നറിഞ്ഞ് നിർദ്ദേശിക്കുന്നത് പരമപുരുഷനാണ്. ജീവിതത്തിൽ പരിപൂർണതയാർജിക്കണമെന്നുള്ളവർ കൃഷ്ണാവബോധത്തോടെ ആ നിർദ്ദേശമനുസരിക്കുകയേ വേണ്ടൂ. ഓരോ മനുഷ്യൻ്റെയും ഭാവി തികച്ചും വ്യക്തമായി ഭഗവാന് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അവിടുത്തെ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തമം. ഭഗവത് നിർദ്ദേശത്തെ അഥവാ ഭഗവത് പ്രതിനിധിയായ ആധ്യാത്മിക ആചാര്യൻ്റെ നിർദ്ദേശത്തെ ഒരിക്കലും അവഗണിച്ചുകൂടാ. പരമപുരുഷന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ വൈമുഖ്യം കാണിക്കരുത്. ഭഗവതാജ്ഞ നിർവഹിക്കുന്നവർ ഏതവസരത്തിലും സുരക്ഷിതരായിരിക്കും. ശ്ലോകം 60. സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോഭിതത്. വിവർത്തനം: അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. ഭാവാർത്ഥം: ഭഗവത് നിർദ്ദേശപ്രകാരം കർമ്മം ചെയ്യാൻ കൂട്ടാക്കാത്തവന് തൻ്റേതായ സഹജ ഗുണത്തിനനുയോജ്യമാകുന്ന പ്രവൃത്തി ചെയ്യേണ്ടി വരും. ത്രിഗുണങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള സംയോജനത്തിന് വിധേയരാണ് ഏവരും. അപ്രകാരമായിരിക്കും ഓരോരുത്തരുടെയും പ്രവൃത്തി. സ്വമേധയാ ഭഗവത് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ആരേർപ്പെടുന്നുവോ അയാൾ മഹത്വം നേടും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.